ആദരണീയരായ വൈദിക ശ്രേഷ്ഠർക്കും വന്യറവാസമാണ് ഇന്ന് ഈ പുണ്യഭൂമിയിലേക്ക് ഈ പരിശുദ്ധ ദേവാലയത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ മാന്യ സഹോദരി സഹോദരന്മാരും പിതാക്കന്മാർക്കും മാതാക്കൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുകയാണ്. മലങ്കര സഭയുടെ പ്രഖ്യാപന പരിശുദ്ധനായ പരിമലത്തിനുവേണ്ടിയും മധ്യസ്ഥയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ഈ ആലയത്തിൽ നിന്ന് തിരുവചന ശുശ്രൂഷയ്ക്കായി കടന്നു വരുവാൻ കാരുണ്യവാനായ ദൈവം ഒരുക്കി തന്ന മഹാകരുണയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്താണ് പരിമലത്തിനുവേണ്ട ജീവിതം? 5 വാക്കുകളിൽ പരിമലത്തിൻ്റെ ജീവിതം ഒന്ന് വരച്ചു കാട്ടി വിഷയത്തിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുകയാണ്. 1, പരിമലത്തിന് വേണ്ടി എന്നോടും നിങ്ങളോടും സാക്ഷികളുടെ സമൂഹത്തിൽ നിന്നുകൊണ്ട് പറയാൻ ഒരു കാര്യം, ഞാൻ ക്രിസ്തുവിൻ്റെ അധികാരിയായിരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ അധികാരികളാണ്. ഇതാണ് ആ പുണ്യ പിതാവിന് എന്നോട് നിങ്ങളോട് പ്രബോധിപ്പിക്കാനുള്ള ഒരു പ്രബോധം. ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങളും അനുകാരിയായിരിക്കാൻ ആ വിശുദ്ധൻ ഇന്ന് നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. പരിമലത്തിനുവേണ്ടിയുടെ ജീവിതം അനുകരിക്കുവാൻ പറ്റിയത് 5 കാര്യങ്ങളിലാണ്. 1, ഇറ്റ് വാസ് എ ട്രാൻസ്ഫോംഡ് ലൈഫ്. രൂപാന്തരം വന്ന ഒരു ജീവിതമായി, അഥവാ പൂർണ്ണമായി ദൈവത്തിന് ഇണങ്ങി നിന്ന ഒരു ജീവിതമായി. ഇറ്റ് വാസ് എ ട്രാൻസ്ഫോംഡ് ലൈഫ്. നമ്മുടെ വീടായിരിക്കണം. പരിമല വരുമ്പോൾ നമ്മൾക്കൊരു പൂർണ്ണമായി രൂപാന്തരത്തെ വരും. പരിമലത്തിന് വേണ്ടി 2 കൂട്ടുകാരെ ഉണ്ടായിരുന്നു. 1, നമസ്കാരം. 2, വേദപുസ്തകം. നമസ്കാരം കൊണ്ടും വേദപുസ്തകം കൊണ്ടും ആ പരിശുദ്ധ പിതാവ് വളർന്നതുകൊണ്ടാണ് ഇന്ന് അനേകർക്ക് ഇവിടെ ആശ്വാസത്തിന്റെ സങ്കേതമായി പോകുന്നത്. രണ്ടാമതായി, ആ പിതാവിന്റെ ജീവിതം ഇറ്റ് വാസ് എ ക്രൂസിഫൈഡ് ലൈഫ്. ക്രൂശിക്കപ്പെട്ട ജീവിതമായി. 3 കാര്യങ്ങളെ പരിമലത്തിന് മേൽ കുരിശിൽ തറച്ചു. 1, സ്വയം, ഞാനെന്ന ഭാവം ഇല്ലാത്ത ഒരു മഹാപുരോഹിതരായിരുന്നു പരിമലത്തിൽ. ഒരിക്കൽ ആ പിതാവിൻ്റെ ജീവിതത്തിൽ ഞാൻ വായിച്ചപ്പോൾ എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദൈവം തന്നതാണ്, ദൈവം തന്നതല്ലാതെ എനിക്കൊന്നുമില്ല. ഓരോ പ്രാർത്ഥനയും ദൈവമേ നിന്റെ ഹിതം നടക്കണമെന്നായിരുന്നു. അതുകൊണ്ട് സ്വയത്തെ ക്രൂശിച്ചു. 2, ജഡത്തെ ക്രൂശിച്ചു. ജഡത്തെ രാഗബോധങ്ങളോട് ക്രൂശിച്ച പിതാവാണ് പരിമലത്തിൽ. അതുകൊണ്ടാണ് ജഡത്തിന്റെ ഇച്ഛകളെല്ലാം മരിച്ചു. ഇന്ന് നമ്മളിൽ പലർക്കും ജഡമുയരുന്നു. കോപം, ക്രോധം, ശാഠ്യം, അസൂയ തുടങ്ങിയ ജഡീക സ്വഭാവങ്ങൾ ഇന്ന് നമ്മുടെ ഇടയിൽ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നു. പരിമലത്തിന് വേണ്ട ജീവിതം ജഡത്തെ ക്രൂശിച്ച ജീവിതമായി. 3 ക്രൂശിച്ചത് ലോകത്തെ ചപ്പമ്മൻ ചവർന്നു വേണ്ടി. ലോകപ്രകാരം മുളന്തുരുത്തി ഉന്നതമായ സ്ഥാനങ്ങളൊക്കെ ലഭിക്കുമായിരുന്നു. ദേവാലയത്തിൽ സഭയുടെ വലിയ വലിയ സ്ഥാനങ്ങൾ ലഭിക്കും. അതെല്ലാം ചപ്പമ്മൻ ചവർന്നു വേണ്ടി. ലോകം യോഗ്യമല്ലായിരുന്നു. ആയതുകൊണ്ട് പരിമലത്തിന് വേണ്ട ജീവിതം ഇറ്റ് വാസ് എ ക്രൂസിഫൈഡ് ലൈഫ്. ക്രൂശിക്കപ്പെട്ട ജീവിതമായി. സ്വയത്തെയും ജഡത്തെയും ലോകത്തെയും ക്രൂശിച്ച ഒരു ജീവിതമായിരുന്നു പരിശുദ്ധൻ. 3ാമതായി, ആ പരിശുദ്ധ ജീവിതത്തിൽ നമ്മൾ എടുത്തു കാണുന്ന 3ാമത്തെ കാര്യം എന്ന് ചോദിച്ചാൽ ഇറ്റ് വാസ് എ ലവ് ഫീൽഡ് ലൈഫ്. സ്നേഹം നിറഞ്ഞ ജീവിതമായി.
ദൈവസ്നേഹവും മനുഷ്യസ്നേഹവും ഒരുപോലെ കൊണ്ടുപോയത്. തിരുമേനി ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും സ്നേഹിച്ചു. അതുപോലെ കൂട്ടുകാരനെ തന്നെ സ്നേഹിച്ചു എന്ന് പറഞ്ഞു. തിരുമേനിക്ക് എന്തെങ്കിലും കഴിവുള്ളത് വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നതായി. തിരുമേനി ഒന്നും കൂട്ടി വെക്കാൻ ആഗ്രഹിക്കുന്നതാണല്ല. ഒരിക്കൽ പരിമല വന്നപ്പോൾ അവരോട് ആദ്യം ചോദിക്കുന്നത് ഭക്ഷണം കഴിച്ചു. ഇല്ലായ്മയിൽ നിന്ന് ഉള്ളത് ദാനം ചെയ്ത തിരുമേനിയായി. പട്ടിണിയും പരിവട്ടമായിരുന്നു. പക്ഷെ തിരുമേനിയുടെ സ്നേഹത്തിന്റെ വിളവിലമായിരുന്നു തിരുമേനി. അതാണ് തിരുമേനിയുടെ സന്നദ്ധി ഇന്നും വിളിച്ചപേക്ഷിച്ചാൽ ഉത്തരം കിട്ടുന്നത്. നാലാമതായി തിരുമേനിയുടെ ജീവിതത്തിൽ എടുത്തു കാണുന്നത് ഇറ്റ് വാസ് എ ഹോപ്പ്ഫുൾ ലൈഫ്. പ്രത്യാശയുള്ള ജീവിതമായി. ഈ കാണുന്നതൊക്കെ താൽക്കാലികം. ഇന്ന് ഈ കാണുന്നതെല്ലാം നിലനിൽക്കുന്നതല്ല. സ്വർഗവും യേശു ക്രിസ്തു. തിരുമേനിയുടെ ജീവിതത്തിൽ എടുത്തു കാണുന്നത് ഓൾ ഈസ് വാനിറ്റി. ഇന്ന് കാണുന്നതിന് വാനിറ്റിയാണ്. പകരം നിലനിൽക്കുന്നത് യേശു ക്രിസ്തു ദൈവരാജ്യമാണ്. അതുകൊണ്ടാണ് തിരുമേനി എപ്പോഴും പറഞ്ഞത് ദൈവം നിന്റെ രാജ്യം വരണം. ആ ലക്ഷ്യത്തോട് പ്രാർത്ഥിച്ചു. അഞ്ചാമതായി തിരുമേനിയുടെ ജീവിതം ഇറ്റ് വാസ് എ ഹംബിൾ ലൈഫ്. വിനയം നിറഞ്ഞ തിരുമേനി. 1891 ആ പിതാവ് വടക്കൻ പ്രദേശമുള്ള മാറാടി പള്ളി സന്ദർശിച്ചതിന് വായിച്ചു. ഇവിടെ ചെല്ലുമ്പോൾ തിരുമേനിയുടെ അടുക്കൽ ഒരു രോഗിയെ തുന്നി. കടുത്ത ജ്വരം ബാധിച്ച ഒരു സ്ത്രീ. തിരുമേനി സ്ത്രീവായിട്ട് കലയിൽ വെച്ചിട്ട് തിരുമേനി ഉയരത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇനിയും പോയി ദൈവത്തെ സ്തുതിക്കണം, മഹത്വീകരിക്കണം എന്ന് പറഞ്ഞിട്ടും അവർക്ക് പനി മാറി. ഉടനെ അവിടെ നിന്ന് ഒരാൾ പറഞ്ഞു, തിരുമേനി ഇത് നാളെ പള്ളിയിൽ ഒന്ന് പഠിക്കാതെ. നോ, ഇത് ദൈവം എനിക്ക് തന്ന കൃപ കൊണ്ടാ ചെയ്യുന്നത്. ഒന്നും തിരുമേനി പ്രശംസിച്ചു. തിരുമേനിയുടെ വിനയം. ഞാനും എളിയവനും ദരിദ്രനുമായി. തിരുമേനി സ്വന്തമായി പറയും, ഞാൻ ഒന്നുമില്ല. ഈ ഒരു ബോധത്തോട് ജീവിച്ച തിരുമേനിയുടെ ജീവിതമാണ്. ഞാൻ തിരുമേനിയുടെ ജീവിതത്തിൽ എടുത്തു കണ്ട 5 കാര്യങ്ങൾ. ഒന്ന്, തിരുമേനിയുടെ ജീവിതം ഇറ്റ് വാസ് എ ട്രാൻസ്ഫോർമഡ് ലൈഫ്. അത് രൂപാന്തരപ്പെട്ട ജീവിതം. രണ്ടാമതായി തിരുമേനിയുടെ ജീവിതം ഇറ്റ് വാസ് എ ക്രൂസിഫൈഡ് ലൈഫ്. ക്രൂശിക്കപ്പെട്ട ജീവിതമാണ്. സ്വയത്തെയും ജഡത്തെയും ലോകത്തെയും ക്രൂശിച്ചു. 3, ഇറ്റ് വാസ് എ ലവ് ഫിൽഡ് ലൈഫ്. സ്നേഹത്തിൽ നിറഞ്ഞു നിന്ന ജീവിതം. 4, ഇറ്റ് വാസ് എ ഹോപ്പ്ഫുൾ ലൈഫ്. പ്രത്യാശയുള്ള ജീവിതം. ഇറ്റ് വാസ് എ ഹംബിൾഡ് ലൈഫ്. വിനയം നിറഞ്ഞ ജീവിതം. ആ ജീവിതം മധ്യസ്ഥ അഭയം പ്രാപിച്ചു. ഇന്ന് നിങ്ങളുമായി തിരുവചനത്തിൽ നിന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന വേദഭാഗം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49:18. തല പൊക്കി ചുറ്റും നോക്കുക, ഇവരെല്ലാവരും എന്റെ അടുക്കൽ വന്ന് കൂടുന്നു. എന്നാണ് നീ അവരെ ഒക്കെയും ആവരണം പോലെ അണിയുകയും ഒരു മണവാട്ടി എന്ന പോലെ അവരെ അരക്കിടുകയും ചെയ്യും എന്ന് യഹോവ അറിയിച്ചു. നിത്യനായ ദൈവം ആമോസിന്റെ മകനായ യെശയ്യാ പ്രവാചകന്റെ നാവിലൂടെ ലോകജാതിയുടെ ശിരോജാതിയായ ഇസ്രായേൽ ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു പ്രബോധനമാണ് തല പൊക്കി ചുറ്റും നോക്കുക. സൃഷ്ടാവ് സൃഷ്ടിയോട് പറയുന്നു, തല ഉയർത്തിക്കോളൂ, തല കാണിക്കണ്ട. എന്നാ തല കാണുന്നവരുടെ പലം വന്നിട്ടുണ്ട്. പല രീതിയിൽ തല കാണുന്നവർ ഇരിപ്പുണ്ട്. അതുകൊണ്ടാണ് ഈ പദനം ഇന്ന് പരിശുദ്ധാത്മാവ്
ചിലരങ്ങനെയല്ല. ചിലർ വന്നിരിക്കുന്നത് ദൈവമേ ഇതുവരെ പഠിച്ചിട്ടും ഒരു ജോലി കിട്ടുന്നില്ല. ഭാവി ജീവിതത്തിലെ സ്വപ്നം കണ്ടുകൊണ്ട് അത് കരിഞ്ഞുപോയോ എന്ന് ഓർത്ത് വന്ന തല താണിരിക്കുന്നത്. അനേകരിന് തല താണിരിക്കുകയാണ്. നിത്യനായ ദൈവം ഇന്നിവിടെ പറയുകയാണ്, തല പൊക്കി ചുറ്റും നോക്കുക. ഇനി നിങ്ങൾ തല താണിരിക്കണ്ട, നിങ്ങളുടെ തല ഉയർത്തിക്കോളൂ. നിങ്ങൾക്ക് ഇനിയുമുണ്ട് നല്ല കാലം, ഇനിയുമുണ്ട് ഐശ്വര്യത്തിന്റെ ദിനങ്ങൾ, ഇനിയുമുണ്ട് സ്വർഗീയ സമ്പത്സരങ്ങൾ, ഇനിയുമുണ്ട് ആശ്വാസത്തിന്റെ ദിനങ്ങൾ, ഇനിയുമുണ്ട് നിങ്ങൾക്ക് അനുഗ്രഹത്തിന്റെ കവാടം തുറന്ന് നിങ്ങളെ ധൈര്യപ്പെടുത്തുന്നു. തല പൊക്കി ചുറ്റും നോക്കുക. നമുക്ക് ഈ വേദപുസ്തകത്തിൽ നിന്ന് തല പൊക്കിയാൽ എന്തെല്ലാം കാണാം? തല പൊക്കി കാണുന്ന 5 കാര്യങ്ങൾ ഈ തിരുവചനത്തിൽ നിന്ന് ചിന്തിക്കുവാനാണ് ഞാൻ എൻ്റെ കർത്താവിൽ ശ്രദ്ധപ്പെടുന്നത്. തല പൊക്കിയാൽ ചിലതെല്ലാം കാണാം. നമുക്ക് വായിച്ചു കേൾക്കാം. എന്തെല്ലാമാണ് തല പൊക്കിയാൽ കാണുന്നത്? 1, ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായത്തിൽ തല പൊക്കിയാൽ കാണുന്ന 1-ാമത്തെ കാര്യം നമുക്ക് വായിച്ചു കേൾക്കാം. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 13-ാം അധ്യായത്തിൽ ഇതാ തല പൊക്കിയാൽ കാണുന്ന കാര്യം നമുക്ക് വായിച്ചു കേൾക്കാം. 13-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം. ലോത്ത് അബ്രഹാമിനെ വിട്ടുപിരിഞ്ഞ ശേഷം യഹോവ അബ്രഹാമിനോട് അരുളിച്ചെയ്തു, തല പൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. നീ കാണുന്ന ഭൂമിയൊക്കെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്ക് ശാശ്വതമായി തരും. എന്താണ് സംഭവം? ഗോത്രപിതാവായ അബ്രഹാം ദൈവത്തിന്റെ വിളി കേട്ട് അങ്ങ് കൽദയരുടെ ഊരിൽ നിന്ന്, മെസൊപ്പൊത്താമിയയിൽ നിന്ന് തിരിച്ചിരിക്കുകയാണ്. അബ്രഹാമിന്റെ ഭാര്യ സാറയുണ്ട്, അബ്രഹാമിന്റെ സഹോദരപുത്രൻ ലോത്തുണ്ട്, ലോത്തിന് ഭാര്യയുള്ള 2 പെൺമക്കളുണ്ട്. മുന്നോട്ട് പോയി ഇപ്പോൾ ഹാരാനിലായി. അവിടെ ഒരു കൂടാരം കളിച്ച് ഒരു യാഗപീഠം പണിത് അബ്രഹാം തേജോമയനായ ദൈവത്തെ ആരാധിച്ചു. പക്ഷെ അവര് പ്രശ്നം, അബ്രഹാമിന്റെ ഇടയന്മാരും ലോത്തിന്റെ ഇടയന്മാരും തമ്മിൽ പിണക്കം. അവിടെ നല്ല ഫലപുഷ്ടമുള്ള ഭൂമിയുണ്ട്, സോദോമിനോട് ചേർന്ന നാടാണ്. ഇടയന്മാർ തമ്മിലുള്ള ശണ്ട നിമിത്തം നാട്ടിൽ പ്രതിസന്ധി. ദൈവദാസന്റെ വീട്ടിലൊരു വഴക്ക്, ദൈവദാസന്റെ വീട്ടിൽ പ്രശ്നം. ഉടനെ അബ്രഹാം ലോത്തിനെ വിളിച്ചു, നാം തമ്മിൽ സഹോദരനല്ല, നമ്മൾ ശണ്ടകൾ ശരിയല്ലല്ലോ. നീ തെക്കോട്ടെങ്കിൽ ഞാൻ വടക്കോട്ട്, നീ വടക്കോട്ടെങ്കിൽ ഞാൻ തെക്കോട്ട്, നീ കിഴക്കോട്ടെങ്കിൽ ഞാൻ പടിഞ്ഞാറോട്ട്, നമുക്ക് തമ്മിൽ ഇവിടെ പിരിയാം. ലോത്ത് നല്ല നീരാട്ടമുള്ള നല്ല ഫലപുഷ്ടമായ സ്ഥലങ്ങളെല്ലാം കയ്യിലാക്കി. അബ്രഹാമിനെ മുട്ടക്കൊന്നു. അബ്രഹാം തലകുറിച്ചിരിക്കുകയാണ്. മുട്ടക്കൊന്നു കിട്ടിയിട്ടല്ല, എനിക്കെതിരെ കൂടി. അബ്രഹാമിന് ഭാര്യയുണ്ട്, ഇപ്പോൾ വയസ്സ് ഏതാണ്ട് 75, ഒരു കനത്ത പ്രായം. ഇതാ എനിക്കൊരു കുഞ്ഞിക്കാലില്ല, ഞാൻ മക്കളില്ലാത്ത, എൻ്റെ സഹോദരപുത്രൻ ലോകത്തിന് 2 പെൺമക്കളുണ്ട്. അവർക്ക് സന്തോഷിക്കാൻ ഇനി കുഞ്ഞി വേണം, എനിക്കെന്തിനാണ്? അങ്ങനെ തലമുറിച്ച് ഇതാ വേദനയോട് മക്കളില്ലാത്ത എനിക്കെന്തിനെ ഈ ജീവിതം കരിഞ്ഞല്ലോ ഓർത്ത് മോഹന സ്വപ്നങ്ങൾ വാടി കരിഞ്ഞുപോയി എന്ന നിലയിൽ ഇതാ അബ്രഹാം തലമുട്ടിരിക്കുമ്പോൾ ഒരു ശബ്ദം, തലമുക്കി ചുറ്റും നോക്കുക, തലമുക്കി നികണ്ടങ്ങളിലേക്ക് നോക്കുക, തെക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും നോക്കുക. നീ കിടക്കുന്ന ഈ സ്ഥലം നിനക്കും നിന്റെ സന്തതിക്കും തരും. പെട്ടെന്ന് അബ്രഹാം തലമുക്കി. എനിക്ക് സന്തതി ഉണ്ടാവില്ലേ? എനിക്കിനി ഒരു കുഞ്ഞുണ്ടാവും, എനിക്കൊരു നല്ല നാളെ ഉണ്ടാവും. ദൈവം അബ്രഹാമിനെ ചോദിക്കുകയാണ്, ചോദിച്ചിരിക്കുകയാണ്, അബ്രഹാമേ നിനക്ക് മണൽത്തരി എണ്ണാം? അയ്യ കർത്താവേ, മണൽത്തരികളെ എണ്ണുവാനുള്ള കഴിവില്ല. നിനക്ക് ആകാശ നക്ഷത്രങ്ങളെ എണ്ണാമോ?
എണ്ണമറ്റ സന്തതിയെ ഞാൻ നിനക്ക് തരും. ദൈവനാമം മഹത്വപ്പെടട്ടെ. നിത്യനായ ദൈവം പറയുകയാണ്, എണ്ണമറ്റ സന്തതിയെ ഞാൻ നിനക്ക് തരും. പ്രിയരേ, തലപൊക്കിയാൽ കാണാം പ്രോമിസ്, വാഗ്ദാനം. ഒന്ന്, തലപൊക്കിയാൽ കാണാം പ്രോമിസ്, വാഗ്ദാനം. ദൈവം വാഗ്ദാനം ചെയ്യുന്നവനാണ്. ദൈവം വാഗ്ദാനം കൊണ്ട് അനുഗ്രഹിക്കുന്നവനാണ്. അബ്രഹാം നിരാശനായി കുമ്പിടുന്നപ്പോൾ പറയുകയാണ്, ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും. അവിടെ ഭൂമിയിലെ പൊടിയെ പോലെയും ആകാശ നക്ഷത്രങ്ങളെ പോലെയും ഞാൻ നിനക്ക് സന്തതികൾ തരും. ദൈവത്തിൻ്റെ പ്രോമിസ്. പ്രിയപ്പെട്ടത്, ഇത് നമുക്കൊരു പ്രോമിസ് ഉണ്ട്. എന്നെ കേൾക്കുന്ന ദൈവജനങ്ങളെ, ഒരു പ്രോമിസ് നിങ്ങളെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. എന്താണ് നമ്മുടെ പ്രോമിസ്? യോഹന്നാന്റെ 1-ാം ലേഖനം, യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം 2-ാമത്തെ 25-ാം വാക്യം വേദോസ്വരം വായിക്കാം. 1-ാം ലേഖനം, യോഹന്നാന്റെ 1-ാം ലേഖനം 2-25. ഇതാകുന്നു അവൻ നമുക്ക് തരുന്ന വാഗ്ദാനം, നിത്യജീവൻ തന്നെ. എന്താണ് വാഗ്ദാനം? ഇതാകുന്നു അവൻ നമുക്ക് തരുന്ന വാഗ്ദാനം, നിത്യജീവൻ. എന്താണ് നിത്യജീവൻ? ഇറ്റേണൽ ലൈഫ്. നമുക്കൊരു നിത്യജീവൻ വാഗ്ദാനമുണ്ട്. നമുക്കൊന്ന് പാടാം. പ്രിയപ്പെട്ടവരെ, എന്താണ് നിത്യജീവന്റെ ഡെഫിനിഷൻ? നിത്യജീവൻ ഒരു നിർവചനമുണ്ട്. നിങ്ങളെല്ലാവരും കാണാൻ പഠിച്ചിരിക്കുന്ന ഞാൻ പറയുന്നത്. എന്താണ് നിത്യജീവൻ? യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ പറയുന്നു, യേശുക്രിസ്തു പറയുകയാണ്, ഏകസന്തതിയുമായി നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെ അറിയുന്നതാണ് നിത്യജീവൻ. ഏകസന്തതിയുമായി നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെ അറിയുന്നതാണ് നിത്യജീവൻ. ആ നിത്യജീവനാണ് നമുക്ക് തന്നെ വാഗ്ദാനം, പ്രോമിസ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു സംഭവം വായിച്ചു. ഒരു സന്യാസി നടക്കാനാണ്. രാവിലെ എക്സസൈസിന് വേണ്ടി നടക്കാനിറങ്ങിയതാണ്. സന്യാസി നോക്കിയപ്പോൾ 2 വിദ്യാർത്ഥികൾ നടന്നു പോകുന്നു. ചോദിച്ചു ഒരു കുട്ടിയോട്, അല്പം മിടുക്കനാണ്, വളരെ ബ്രില്യൻ്റ് ബ്രൈറ്റ് ഇൻ്റലക്റ്റാണ്, ഏത് കാര്യം ചോദിച്ചാൽ പറയും, നല്ല മിടുക്കനാണ്. ചോദിച്ചു, മോനെ നിന്റെ പേരിന് പേര് പറഞ്ഞു. മോനെ നീ പേര് ക്ലാസ് പഠിക്കും? ഇപ്പോൾ ഞാൻ 10-ാം ക്ലാസ്. ആട്ടാ മോനെ 10-ാം ക്ലാസ് കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഞാൻ +1 പഠിക്കും. അത് കഴിഞ്ഞ് +2 എന്താണ് ചോദിക്കുന്നു? എൻ്റെ മോനെ ഒന്ന് അറിയാം. +2 കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഞാൻ ഡിഗ്രിക്ക് പോകും. ഡിഗ്രി കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ. അത് കഴിഞ്ഞ് ഞാൻ ജോലി സമ്പാദിക്കും. അത് കഴിഞ്ഞ് കല്യാണം കഴിയും. അത് കഴിഞ്ഞ് എനിക്ക് മക്കൾ പറഞ്ഞു. അത് കഴിഞ്ഞ് ഇങ്ങനെ ജീവിക്കും. അത് കഴിഞ്ഞ് മരിക്കും. പിന്നെ അവനൊന്നും പഠിക്കും. അത്രയും വരെ നല്ലപോലെ ഇടതടമില്ലാതെ പറഞ്ഞു. എന്നാൽ മരിക്കും എന്ന് കഴിഞ്ഞിട്ട് പിന്നെ അവനൊന്നും പറഞ്ഞു. സന്യാസി പറഞ്ഞു, മരണത്തിനപ്പുറം ഒരു ജീവിതം, അതിൻ്റെ പേരാണ് ഇറ്റേണൽ ലൈഫ്, നിത്യജീവൻ. മരണത്തിനപ്പുറമുള്ള ജീവിതം, ഇൻവിസിബിൾ ചർച്ചിലെ ജീവിതം, നിത്യാനന്ദമുള്ള ജീവിതം, വിശുദ്ധന്മാരുടെ കൂട്ടായ്മ. പ്രിയപ്പെട്ടവരെ, ഒരു സാക്ഷികളുടെ സമൂഹത്തിലെ ആരാധന എല്ലാം പറഞ്ഞു. ഞാൻ എന്തിനായത് പറഞ്ഞത്? നമുക്കിന്നൊരു വാഗ്ദാനം കിട്ടി, നിത്യജീവൻ. ഇത് നമ്മുടെ സ്വത്താണ്. ഇത് കൈമുതലാണ്. പരിമലകളിൽ വീണ്ട കൈമുതലായിരിക്കും നിത്യജീവൻ. മോക്ഷ വീട് കണ്ട്
ഒന്ന്, തല പൊക്കിയാൽ പ്രോമിസ് എന്ന് വാഗ്ദാനം. ഞാൻ ഒരു സംഭവം വായിച്ചു. അമേരിക്കയിലാണ് ഒരാളൊരു കാറ് വാങ്ങി. അയ്യോ, അതെന്തായിട്ടൊരു അതിശയം. ഇപ്പോൾ കാറ് വാങ്ങുന്ന ഒരു അതിശയമാണ്. വർഷങ്ങൾക്ക് മുമ്പാണ് അവര് ഭാര്യയും ഭർത്താവും 2 മക്കളും കാറ് വാങ്ങി കഴിഞ്ഞപ്പോൾ അവർക്കൊരാഗ്രഹം അല്പം ദൂരെ ഒരു സൂ കാണാൻ പോകണം, ഒരു കാഴ്ച ഒരു മൃഗശാല. അതിന് ഏതാണ്ട് ചിക്കാഗോ നഗരത്തിൽ നിന്ന് പോവുകയാണ്. ഏതാണ്ട് 80 മൈലോളം വണ്ടി ഓടിച്ചു. പെട്ടെന്ന് വണ്ടി അടിക്കുന്നു. പക്ഷെ ഇതിലൊരു കഷ്ടം, നല്ല പെർഫോമൻസ്, നല്ല എഞ്ചിൻ, വിലപിടിപ്പുള്ള വണ്ടിയാണ്. പക്ഷെ പെട്ടെന്ന് വണ്ടി അവിടെ ഇറങ്ങി ചെയ്യും. അദ്ദേഹം അല്പം ഒന്ന് സംഭ്രമിച്ചു. പെട്ടെന്ന് അദ്ദേഹം ഡോർ തുറന്നു. വീടിൻ്റെ ഉടമസ്ഥനും ഡ്രൈവറുമായിരിക്കുന്ന ആള് അദ്ദേഹം ഡോർ തുറന്നു. ഈ ഡോർ തുറന്നതിന് ശേഷം അദ്ദേഹം അവിടെ കുറച്ച് നേരം നിന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം വിചാരിച്ചിട്ടാ ഞാൻ എന്താ ചെയ്യുന്നത്. അപ്പോഴതൊരു വണ്ടി ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? സാർ, നല്ലോണം ഓടി വന്ന വണ്ടിയാണ്, 80 കിലോമീറ്റർ ഓടി. പെട്ടെന്ന് വണ്ടിയിൽ നിന്നു. ഞാനൊന്ന് നോക്കിയോട്ടെ. തീർച്ചയായും അദ്ദേഹം വന്നിട്ട് ഡോറ് തുറന്നു. അകത്തൊക്കെ നോക്കിയിട്ട് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട്. അയ്യോ സാറേ, ഇതുവരെ ഒന്നും ചലിക്കാതെയായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ പേര് ഹെൻറി ഫോർഡ്. ഹെൻറി ഫോർഡ്. ഇവിടെ മനസ്സിലായത് ഇത് ഫോർഡ് വണ്ടി. ഈ ഫോർഡ് വണ്ടിയുടെ നിർമ്മാതാവാണ്. തൊട്ടപ്പം ചലിക്കാതെ ചോദിച്ചു. ഞാൻ എന്തിനാണ് പറഞ്ഞു, നിർമ്മാതാവിൻ്റെ എന്നെ തൊടാൻ നിങ്ങളെല്ലാവരും എൻ്റെ ദൈവമേ, സൃഷ്ടാവിനെ ഇന്ന് എൻ്റെ ശിരസിലൊന്ന് സ്പർശിക്കുന്നതിന് പ്രാർത്ഥിക്കും. കർത്താവെ, സൃഷ്ടിയുടെ പേരറിയാൻ ഒരാൾ പിടിക്കണം. സൃഷ്ടാവ് പറഞ്ഞ സൃഷ്ടിയുടെ പേരറിയാം, സൃഷ്ടിയുടെ പ്രശ്നമാണ്. കർത്താവെ, എനിക്ക് ചില പ്രശ്നങ്ങളുണ്ട്, എനിക്ക് ചില രോഗങ്ങളുണ്ട്, എനിക്ക് ചില ഭാരങ്ങളുണ്ട്, എനിക്ക് ചില ബന്ധനങ്ങളുണ്ട്. സൃഷ്ടാവിന്റെ പറയാനോടാ ഫോർഡ് വണ്ടിയുടെ കേടറിയാൻ ഹെൻറി ഫോർഡിനറിയാം. നമ്മുടെ കേടറിയുന്ന, നമ്മുടെ കെടുതി അറിയുന്ന അരിമനാഥന്റെ മുറിഞ്ഞ കരം, രക്തമൊലിക്കുന്ന കരം ഇന്നെന്റെ ശിരസിൽ പെട്ടതിന് പ്രാർത്ഥിക്കും. ഒന്ന്, തല പൊക്കിയാൽ പ്രോമിസ്, വാഗ്ദാനം. 2 തലമുറ കാണാം, വായിച്ചേക്കാം. അത് തലമുറ കാണുന്ന 2ാമത്തെ കാര്യം. പക്ഷെ ലൂക്കോസിന്റെ വിശുദ്ധ ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 2-ാം വാക്യം. അവൻ തലമുക്കി നോക്കിയപ്പോൾ 3 പുരുഷന്മാർ തന്റെ നേരെ നിൽക്കുന്നത് കണ്ടു. അവരെ കണ്ടപ്പോൾ അവൻ കൂടാരകാലത്ത് നിന്ന് അവരെ എതിരേൽപ്പാൻ ഓടിച്ചു നിലം വരെ തിരിഞ്ഞു. യജമാനെ, എന്നോട് പ്രവഹിക്കുന്നതിൽ അടിയനെ കടന്നു പോകരുത്. അസാരം വെള്ളമുണ്ടോ നിങ്ങളുടെ കാലുകളെ കരുവട്ടെ. വൃക്ഷത്തിന്റെ കീഴിൽ ഞാൻ ഒരു കൂടി അപ്പം കൊണ്ടുപോയി. തലമുക്കിയാൽ ഡെഡിക്കേഷൻ, സമർപ്പണം. എന്താണ് സംഭവം? ഏതാണ്ട് അബ്രഹാമിനോട് പറഞ്ഞു, നിനക്ക് ഞാൻ മണൽത്തരി പോലെ സന്താനം തരുന്നു, ആകാശ നക്ഷത്രങ്ങളെ പോലെ കുഞ്ഞുങ്ങളെ തരുമെന്ന് പറഞ്ഞു. പക്ഷേ വർഷം ഇപ്പോൾ 24 വർഷം, ഏതാണ്ട് 99 വയസ്സ്. പെരുത്ത പ്രായം, കടുത്ത പ്രായം. അബ്രഹാം ഇപ്പോൾ മെമ്രായുടെ തോട്ടിൽ താമസിക്കുന്ന സമയം. സാറ കൂടാരത്തിലുള്ളവയിൽ ഇടയ്ക്കൊരു ഞരങ്ങ് കേൾക്കാം, ചില നെടുവീർപ്പുകൾ വീഴുന്നു. ദൈവം വാഗ്ദാനം നടന്നു, ദൈവം പറഞ്ഞത് പാലിക്കുന്നില്ലല്ലോ എന്നോർത്ത്, ഈ കണ്ട കാലങ്ങളെല്ലാം പോയല്ലോ എന്നോർത്ത് നെടിയ നെടുവീർപ്പുകൊണ്ട് സാറ കൂടാരത്തിൽ നടന്നു. അബ്രഹാം കൂടാരത്തിൽ വെളിയിൽ. വയസ്സ് 99, ഒരു കുഞ്ഞിക്കാലില്ല.
നിത്യനായ ദൈവം വാഗ്ദാനം ചെയ്തു. ഇത് നിവർത്തിക്കുമോ? പ്രിയരേ, പലരും വാഗ്ദാനം നിവർത്തിക്കുന്നത് ഓർത്ത് നെടുവീർപ്പിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ ദൈവമേ, എൻ്റെ കാര്യം ദൈവം കൈയെടുക്കുന്നുണ്ടല്ലോ, എൻ്റെ കടഭാരം മാറുന്നില്ലല്ലോ, എൻ്റെ രോഗശമനമാകുന്നില്ലല്ലോ, എൻ്റെ കടം തീരുന്നില്ലല്ലോ, എൻ്റെ ദൈവമേ വാതിലുകൾ അടയുന്നല്ലോ എന്നോർത്ത് വന്നവരുണ്ട്. ഇവിടെ അബ്രഹാം തലനാടിരിക്കുമ്പോൾ 3 പുരുഷന്മാർ, ആരാണ് പ്രിയരെയും 3 പുരുഷന്മാർ? ഞാൻ പറയും, തൃത്വ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവെന്ന ത്രിയേക ദൈവം ആദ്യമായി മനുഷ്യന്റെ കൂടാരത്തിലേക്ക് വന്നു. നമുക്കൊന്ന് പാടാം. ദൈവത്തെ ഇതാ കണ്ടെത്തുവാൻ ദൈവം തേടി വരും, മനുഷ്യനെ തേടി വരും. ഇത് കണ്ടപ്പോൾ വേഗം അബ്രഹാം തല പിടിച്ച് അവരെ സ്വീകരിക്കുകയാണ്. അവരെ കണ്ടപ്പോൾ അവൻ കൂടാരവാർക്ക് അവരെ എതിരേൽക്കാൻ ഓടിച്ച് നിലം വരെ കുനിഞ്ഞു. യജമാനനെ, എന്നോട് കൃപയുണ്ടെങ്കിൽ കടന്നു പോകരുത്. അസാരം വെള്ളം കൊണ്ടുവന്ന കാലുകളെ കഴുകട്ടെ. വൃക്ഷത്തിലെ ഇരിപ്പി. അതിഥി സൽക്കാരം. പ്രിയരേ, നിങ്ങൾ അതിഥി സൽക്കാരം മറക്കരുത്. എബ്രായ ലേഖനം 13-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയും, അതിഥി സൽക്കാരം മറക്കരുത്. അബ്രഹാമിന്റെ ഹോസ്പിറ്റാലിറ്റി കോൺഷ്യൻസ് ഉള്ള ആളായിരുന്നു. അതിഥി സൽക്കാരം ഉണ്ടായിരുന്നു. അബ്രഹാം പറയുകയാണ്, 1 മുറി അപ്പം 1 മുറി അട ഉണ്ടാക്കി കൊണ്ടുവരട്ടെ എന്ന്. അതെന്താ അങ്ങനെ പറഞ്ഞത്? 1 മുറി, ഒരു മുഴുവനായി ഒരു അട കൊണ്ടുവരാൻ പറഞ്ഞില്ല. അവിടെ ഒരു അർത്ഥമുണ്ട്. സമർപ്പണത്തിൻ്റെ ഒരു അർത്ഥമാണത്. എൻ്റെ നല്ല കാലം മുഴുവൻ പാഴായിപ്പോയി. അബ്രഹാം പറയുകയാണ്, ഇതാ കൽദയരുടെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. ലോത്തുമായി ചില സമയങ്ങളിലെല്ലാം വഴക്കുറേണ്ടി വന്നു. ലോത്തിനെ സേവിച്ചു, കുടുംബത്തെ സേവിച്ചു. ആയുസിൻ്റെ നല്ല ഭാഗം മുറിഞ്ഞുപോയി, പൊഴിഞ്ഞുപോയി. ഇതാ ലോകത്തിൻ്റെ പിന്നാലെയൊക്കെ പാഞ്ഞോടി മിസ്രൈമിലേക്ക് പോയി. ജീവിതത്തിൽ ആയുസിൻ്റെ നല്ല ഭാഗം മുറിഞ്ഞുപോയി, പൊഴിഞ്ഞുപോയി. ഇനിയുള്ളത് അരഭാഗം, 1 മുറി. നിങ്ങൾക്കും പറയാം, എൻ്റെ ആയുസിൻ്റെ നല്ല ഭാഗം പോയി. മദ്യപാനത്തിന്, വെറിക്കൂത്തിന്, വേണ്ടാത്ത അസാന്മാർഗീയ ജീവിതത്തിന്, വേണ്ടാത്ത വഴിയിലൂടെ, ദൂഷിച്ച വഴിയിലൂടെ ദൈവമേ നുണ പറഞ്ഞു, കള്ളം പറഞ്ഞു, വ്യാജം കാണിച്ചു. ആയുസിന്റെ നല്ല ഭാഗം മുറിഞ്ഞുപോയി. ഇനിയുള്ളത് 1 മുറി മാത്രം. അതാണ് ഡെഡിക്കേഷൻ. ഉള്ളത് യേശുവിനെ ഏൽപ്പിച്ചു. എൻ്റെ കർത്താവേ, നല്ലതൊന്നും എൻ്റെ കയ്യിലില്ല. നിങ്ങളും പറയൂ, കേടുള്ളതും പൊട്ടിനുമായ എൻ്റെ അവസ്ഥ. ദൈവമേ, നാറ്റം വെച്ച പടകെന്ന് പറയൂ. ജീവിതത്തിൽ നാറ്റം വെച്ച പടകുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. എൻ്റെ ദൈവമേ, ഉളുത്തു നാറുന്ന പടക്. ജീവിതത്തിൽ നിങ്ങളുടെ സമർപ്പണം അങ്ങനെയായിരിക്കണം. എൻ്റെ കർത്താവേ, നല്ലതൊന്നും എൻ്റെ കയ്യിലില്ല. ആ വിധവ പറഞ്ഞു, എനിക്ക് എൻ്റെ കയ്യിലുള്ളത് 2 കാശ് മാത്രം. 2 കാശ് മാത്രം. ശീമോന്റെ പൂർണ്ണതയിൽ വന്ന പാപിനിയെ സ്ത്രീയെ 2 കണ്ണുനീര് മാത്രം. അജമോ, പാടോ, ചങ്ങാരിയോ
സർവവും യേശുനാഥനാ ചെയ്തിടുന്നു സ്നേഹമോടെ സർവവും യേശു ചെയ്തിടുന്നു സ്നേഹമോടെ എൻ്റെ ഭാവിയും എൻ്റെ ആയുസ്സും എൻ്റെ ഭാവിയും നീ ഡെഡിക്കേഷൻ സമർപ്പണം. ഒരു മുറിയപ്പം കൊണ്ടില്ല, പക്ഷെ കൊണ്ടുവന്നതോ 3 അടങ്ങി മാവ് കുഴച്ച് അടയുണ്ടാക്കി. ഏതാണ്ട് നല്ലതും ഇളയതും ആയ ഒരു കാളക്കുട്ടിയെ പിടിച്ച് ഒരു ബാല്യക്കാരനെ വന്ന് കൊടുത്തു. അവൻ അതിനെ ക്ഷണത്തിൽ പാകം ചെയ്തു. അവൻ വെണ്ണയും പാലും പാകം ചെയ്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന് കാഴ്ച വെച്ചു, സമർപ്പിച്ചു. പ്രിയപ്പെട്ടവർ, ഇന്നൊരു സമർപ്പണം, ഇന്നൊരു ഡെഡിക്കേഷൻ വേണം. എൻ്റെ ദേഹം, എൻ്റെ ദേഹി, എൻ്റെ ആത്മാവ് ഉടയവന്റെ പുണ്യതരങ്ങളിൽ അർപ്പണം ചെയ്യണം. എന്നെ തന്നെ സന്നിധിയിൽ സംഭവം വായിച്ചു. നമ്മുടെ ജനഗണമനയുടെ രചയിതാവായ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഒരു പുസ്തകം അത് വായിച്ചു കാണും, ഗീതാഞ്ജലി. നല്ല പുസ്തകമാണ്. ആ പുസ്തകത്തിൻ്റെ ഒരു ഭാഗത്ത് ഒരു സംഭവം പറയുന്നത്, ഒരു യാചകൻ, ഒരു ഭിക്ഷക്കാരൻ ഏതാണ്ട് രാവിലെ മുതലേ ഭിക്ഷാടനം വീടുകൾ തോറും നടന്ന് യാചിക്കുക. ചിലരെല്ലാം നാണയങ്ങൾ എറിഞ്ഞിട്ട് കൊടുക്കും, ചിലരെല്ലാം അപ്പക്കഷ്ണങ്ങൾ കൊടുക്കും, ചിലരെല്ലാം ബിസ്ക്കറ്റ് കൊടുക്കും. ഏതാണ്ട് അദ്ദേഹം ഒരു ഉച്ചയായപ്പോൾ ഒരു തെരുവിൽ ചെന്നൊരു സ്ട്രീറ്റിൽ തന്നെ അവിടെ ആളുകൾ കൂടി നിൽക്കും. ചോദിച്ചു, നിങ്ങളെന്താ ഇവിടെ കൂടി നിന്ന്? രാജാവിനോടാണ്. രാജാവ് ഇതുവഴി വരും, ഞങ്ങൾക്ക് രാജാവിനോട് ചില സങ്കടം ഉണർത്തിക്കണം. അപ്പോൾ ഇദ്ദേഹം വിചാരിച്ചു, എനിക്കും എൻ്റെ ഈ പരിതാപകരമായ അവസ്ഥ, എൻ്റെ ഈ ദാരിദ്ര്യം, എൻ്റെ ഈ ഇല്ലായ്മ, എൻ്റെ പ്രശ്നം എനിക്ക് രാജാവിനെ ഉണർത്തിക്കണം. രാജാവിൻ്റെ വരവിൻ്റെ മുന്നാമം കേട്ടു. വലിയ സന്തോഷം. അദ്ദേഹം ആ ഭിക്ഷപാത്രം ഉയർത്തി രാജാവിൻ്റെ വരവും കാത്ത് ആ വഴിയോരത്ത് നിൽക്കും. പെട്ടെന്ന് രാജാവിൻ്റെ രഥം വന്നു ഇദ്ദേഹത്തിന് മുമ്പിൽ കയറി. അദ്ദേഹത്തിന് വലിയ സന്തോഷം. രാജാവ് എന്തെങ്കിലും എനിക്ക് തരും. രാജാവ് രഥത്തിൽ നിന്നിറങ്ങി ഇദ്ദേഹത്തോട് ചോദിച്ചു, എനിക്കെന്തെങ്കിലും എന്താ? എന്തൊരു കഷ്ടം. അദ്ദേഹം ഒട്ടും പൂസിയില്ല. വേഗം വലത് കൈ മാറാപ്പിലേക്ക് കിട്ടിയത് ചില അരിമണികൾ. അത് രാജാവിൻ്റെ കയ്യിൽ വെച്ചു. രാജാവ് വാങ്ങി രഥം. അദ്ദേഹത്തിന് ആകെ ഒരു അങ്കല. രാജാവ് പ്രതീക്ഷയോടെ വന്നു. രാജാവ് എൻ്റെ കയ്യിൽ വാങ്ങിച്ചു. പ്രതീക്ഷകൾ പരാജയപ്പെട്ടു. അപ്പോൾ അദ്ദേഹം
ദിവസത്തെ പ്രാഗി, പിന്നെ പഴയത് കണ്ടവരെ പ്രാഗി, പിന്നെ ചീത്ത വാക്കുമായി അസഭ്യം, പിന്നെ അദ്ദേഹത്തിന് റിസൾട്ട് കിട്ടി. സ്വയം സാധാരണ ഞാൻ ഇങ്ങനെ ജീവിക്കുന്നത്. അങ്ങനെ നിരാശനായ അദ്ദേഹത്തിന്റെ കുടിലെത്തി. ഭാര്യ ചോദിച്ചു, നിങ്ങളുടെ മുഖത്തെന്താ ഒരു വിഷമഭാവം, ഒരു ദുഃഖഭാവം? ഓ, ഇന്ന് രാജാവിൽ നിന്ന് ഒരു പ്രതീക്ഷയോടെ കാത്തിട്ട് പലരും ഇങ്ങനെയാണ്. ഉടനെ ഇന്ന് കിട്ടിയതെല്ലാം നോക്കാൻ വിചാരിച്ച് ഉടഞ്ഞിട്ടപ്പോൾ ഒരു 4-5 അരിമണികൾക്കുടെ സ്ഥാനത്ത് സ്വർണ്ണമണി, അരിമണികളുടെ കൂടെ സ്വർണ്ണമണി 4-5 അദ്ദേഹത്തിന് മനസ്സിലായിട്ട് ഇന്ന് ആരും സ്വർണം തന്നില്ലല്ലോ. അപ്പോൾ അടുത്തുള്ള ഭിക്ഷക്കാർ കൊണ്ടിട്ട് പറഞ്ഞു, നിങ്ങളെന്താ രാജാവിനെ കൊടുത്തത്? അത് രാജാവിന് 2-3 അരിമണിയാണ്. ആ കൊടുത്തതെല്ലാം സ്വർണ്ണമണിയാണ്. രാജാവിന് 4-5 അരിമണി കൊടുത്തു, 4-5 സ്വർണ്ണമണിയെ. കഷ്ടം, ഇത് മുഴുവൻ രാജാവിൻ്റെ എഴുതി കൊടുക്കേണ്ടതായിരുന്നു, ഇത് മുഴുവൻ സ്വർണ്ണമായി. പ്രിയരെ, കാര്യത്തിൽ മനസ്സിലായോ? നമ്മുടെ ഇല്ലായ്മ, നമ്മുടെ വല്ലായ്മ, നമ്മുടെ പോരായ്മ അരിമനാഥന്റെ ഭുജത്തിലേക്ക് അവനത് നിർവഹിച്ചു തരും. നിന്റെ ഭാരം എന്റെ മേലുണ്ട്, ഞാനത് നിന്നെ പുലർത്തും. പുലർത്താൻ ദൈവമുണ്ട്. പരിമലത്തിന് വേണ്ടി പുലർത്തിയ ഒരു ദൈവമുണ്ട്. പരിമലത്തിന് വേണ്ടി നടത്തിയ ഒരു യേശുണ്ട്. പരിമലത്തിന് വേണ്ടി ചാരി നിന്ന ഒരു യേശുണ്ട്. ഇതാ ഈശ്വരന്റെ കരങ്ങളിൽ കൊടുത്താൽ എല്ലാം പൂർത്തീകരിക്കും. ഒന്നും ബാക്കിയില്ല. പ്രിയപ്പെട്ടവരെ, അതാണ് കർത്താവിന്റെ കരങ്ങളിൽ കൊടുത്താൽ കിട്ടുന്നത്. അവൻ ദുഃഖത്തോടും ഇന്നും പലരും അങ്ങനല്ലേ, ഒരു ഡെഡിക്കേഷൻ വേണം, ഒരു സമർപ്പണം. എൻ്റെ ദൈവമേ, എൻ്റെ ഈ ചെറിയ ആയുസ്, എൻ്റെ ഈ അല്പായുസ്, എൻ്റെ ഈ ചെറിയ ജീവിതം ഉയരത്തിൽ നാമത്തെ ഏൽപ്പിച്ചാൽ വാലല്ല തലയാണ്. ഞാൻ എന്നോട് പറയാം, അങ്ങനെയൊന്ന് ആയിട്ടാണ് മരണം മാത്രമായി, എന്ത് രോഗമായി, എന്ത് ദുഃഖമായി. എൻ്റെ എൻ്റെ അമ്മയ്ക്ക് 40 വയസ്സിൽ വിധവയായി. പിന്നെയുള്ളത് നിരാശ മാത്രം. എന്നാൽ അമ്മ കർത്താവിൻ്റെ പാദത്തിൽ ഏൽപ്പിച്ചു, ഈ മോനെ നിന്റെ വേലക്കാരനാക്കാം. സ്ഥിതി മാറി വീതി. ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചാൽ ഒന്നും നഷ്ടമല്ല, എല്ലാം ലാഭം. 1 പ്രോമിസ്, 2 ഡെഡിക്കേഷൻ, സമർപ്പണം. നമുക്കൊരു നല്ല സമർപ്പണം. നമ്മുടെ ശരീരവും മനസ്സും ആത്മാവിനെയും ഉടയവന്റെ മുറികളെ അർപ്പിച്ച അവൻ നിന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് പൊതിഞ്ഞു. ഞാൻ ആ ഭാവാവസ്ഥ 3ാമത്തെ തലവെക്കാൻ 3ാമത്തെ കാര്യം വായിച്ചേരാ. ഉൽപ്പത്തി പുസ്തകം 22-ാമത്തെ തലവെക്കാൻ കാണുന്ന 3ാമത്തെ കാര്യം നമുക്ക് വായിക്കാം. തലവെക്കാൻ കാണുന്ന 3ാമത്തെ കാര്യം 22-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം. ഉൽപ്പത്തി പുസ്തകം 22-13. അബ്രഹാം തലവെക്കി നോക്കിയപ്പോൾ പിമ്പുറത്ത് ഒരാട്ടുകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ടു. അബ്രഹാം ചെന്ന് ആട്ടുകൊറ്റനെ പിടിച്ചു തന്റെ മകന് പകരം ഹോമയാൻ കഴിച്ചു. പ്രൊവിഷൻ ഓഫ് ഗോഡ്. തലവെക്കിയാൽ കാണാം പ്രൊവിഷൻ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ കരുതൽ. ദൈവത്തിന്റെ കരുതൽ കാണാൻ തലവെക്കി നോക്കണം. ദൈവം ധാരാളം നമുക്ക് കരുതി വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്താണ് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിലെ വിഷയം ചോദിച്ചാൽ അബ്രഹാമിന്റെ പേര്. ഉൽപ്പത്തി പുസ്തകത്തിലെ സുവർണ്ണ ലിപിയിൽ എഴുതാനുള്ള ഒരു അധ്യായമാണ് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം. അബ്രഹാമിന്റെ പേര് ഉൽപ്പത്തി 22. അബ്രഹാമിന് 100-ാമത്തെ വയസ്സിൽ കിട്ടിയ മോനാണ് ഇസാക്ക്. ഇസാക്ക് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ചിരി. 100-ാമത്തെ വയസ്സിൽ പെരുത്ത പ്രായത്തിൽ ദൈവം കുഞ്ഞിനെ കൊടുത്തു. ദൈവത്തിന് അസാധ്യമാണ്. അത് നിങ്ങൾ വിശ്വസിക്കണം. അസാധ്യമെന്ന വാക്ക് ദൈവസന്നിധിയിലില്ല. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം. അബ്രഹാമിന് ഈ കുഞ്ഞിനെ കിട്ടി. സാറയ്ക്ക് 90-ാമത്തെ വയസ്സിൽ കിട്ടിയ കുഞ്ഞല്ലേ. അവൾ ലാളിച്ച് ഓടിച്ച് വളർത്തിക്കൊണ്ട് പോവുകയാണ്.
കുഞ്ഞേതാണ്ടൊരു 10-15 വയസ്സ് പ്രായം, ഒരു ബാല്യകാലം. ഇസാക്ക് അങ്ങനെ അമ്മയുടെ അപ്പൻ്റെ ഓമനയായി വളരുന്നു. ഒരു ദിവസം അബ്രഹാം സാറയും പൈതലുമായി കിടന്നുറങ്ങിയതാണ്. ദൈവം രാത്രി വിളിച്ചു. ദൈവം വിളി കേൾക്കുന്ന ഒരു സ്വഭാവമാണ് അബ്രഹാം. ദൈവശബ്ദം കേൾക്കാൻ നമ്മുടെ കാതോർക്കണം. നിങ്ങളോട് ഞാൻ പറയാം, നിങ്ങൾ ദൈവശബ്ദം കേൾക്കാൻ കാതോർക്കണം. ദൈവത്തിൻ്റെ അരുളപ്പാട് കേൾക്കുവാൻ നിങ്ങളുടെ കണ്ണുയർത്തണം. അബ്രഹാം ദൈവത്തിൻ്റെ അരുളപ്പാട് കേട്ടു. അബ്രഹാമേ, അബ്രഹാമേ, നീ സ്നേഹിക്കുന്ന മകനെ മോറിയ മലയിൽ കൊണ്ടുപോയി ബലിയർപ്പിക്കണം. ഞെട്ടിപ്പോയി അബ്രഹാം. അബ്രഹാം പെട്ടെന്ന് നെഞ്ചരിച്ചു പോയി. എന്താ ദൈവമേ പറയുന്നത്? വാർദ്ധക്യത്തിൽ തന്ന മോനെ നീ എടുക്കാൻ പോവുകയാണ്. നീ അല്ലേ തന്നത്? ആ തന്നതിനെ ഞാൻ കൊല്ലണം. ഞാൻ ഈ കൈ കൊണ്ട് അറക്കണം. ഞാൻ ഈ കൈ കൊണ്ട് ബലികരിക്കണം. അബ്രഹാം ഒന്ന് ഞെട്ടി. എന്താ ദൈവത്തോട് പറയാൻ? ദൈവം പറഞ്ഞു. ദൈവം പറഞ്ഞാൽ അനുസരിക്കണം. ദൈവം പറഞ്ഞാൽ ആ വാക്ക് പാലിക്കണം. ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കണം. അബ്രഹാം പറഞ്ഞ അനുസരണമുള്ള ഒരു ദൈവപുരുഷനായിരുന്നു. രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ തന്നെ ഉണർന്നിട്ട് എത്രയും വേഗം മോറിയ മലയിൽ പോകണം. മോറിയ മല മുറിയോ മലയാണ്, കർത്താവിൻ്റെ മലയാണ്. അവിടെ പോകണം. സാറയോട് പറഞ്ഞാൽ ഈ കുഞ്ഞിനെ കൊല്ലുമെന്ന് പറയാനൊക്കെ കാരണം അവൾ വിടത്തില്ല. ബലി മുടങ്ങി. സാറയോട് എങ്ങനെ പറയും? അവള് വാർദ്ധക്യത്തിൽ കിട്ടിയ നിധിയാണ്, വാർദ്ധക്യത്തിൽ കിട്ടിയ പോഷകനാണ്. വാർദ്ധക്യത്തിലെ പോഷകനായി കിട്ടിയ മോനെ ബലി കഴിക്കണം. അബ്രഹാം പറഞ്ഞു, ഒരു ബലി ദൈവം കൽപ്പിച്ചിട്ടുണ്ട്, അതിന് പോകണം. ശരി, പോവാ. കുഞ്ഞിനെയാണെന്നും പറഞ്ഞില്ല. ബാല്യക്കാരെ ഇതാ അവര് ബാല്യക്കാരൻ്റെ ഒട്ടകപ്പുറത്ത് പോകാനായിട്ടുള്ള ക്രമീകരണമായി മോറിയ മലയിൽ 3 ദിവസം യാത്ര. ഇത്രയും 3 ദിവസം. ഞാനൊരു കാര്യം ഒറ്റ കേൾവിയുണ്ടെന്ന് നിങ്ങൾ തിരിയല്ല. നിങ്ങൾ നല്ലപോലെ ആലോചിക്കണം. ഈ ആത്മീയ സന്നദ്ധയിൽ വരുന്നത് പെട്ടെന്ന് അതിനെ എടുത്തില്ലാത്തവർ നല്ലപോലെ തീരുമാനിച്ചു വരണം. വേണമെങ്കിൽ നീ ബലി മുടങ്ങിക്കോ, പക്ഷേ ഈ നല്ലപോലെ ആലോചിച്ച് വേണം 3 ദിവസത്തെ യാത്ര. അബ്രഹാം അറിയാം ദൈവത്തിൻ്റെ വാക്കുകൾക്കൊന്നും തെറ്റില്ല. അബ്രഹാം ബാല്യക്കാരെ വിളിച്ചു, ഒട്ടകത്തിന് കോപ്പിട്ടു, യാത്ര തുടർന്നു. ഇടയ്ക്ക് വെച്ച് മോൻ ചോദിച്ചു, അപ്പ വിറവുണ്ടല്ലോ, തീയുണ്ടല്ലോ, അറക്കാനുള്ള ആടവിടെ? അബ്രഹാമിന്റെ നെഞ്ചൊന്ന് അടച്ചു. സ്വന്തം മോൻ്റെ പൂങ്കവിളിൽ അപ്പനൊരു ഉമ്മ കൊടുത്തു കാണും. അവൻ്റെ നെറുകത്തലയിൽ അപ്പൻ പേർത്തും വെച്ചു കാണും. പെട്ടെന്ന് അബ്രഹാം പറഞ്ഞ മോനെ ദൈവം കരുതിക്കുന്നു, അനുസരിക്കുന്ന മോൻ പിന്നെ ഒന്നും പറഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, ഞാനൊരു കാര്യം നിങ്ങൾ പറയാം. നിങ്ങളുടെ പ്രാർത്ഥനാ ശബ്ദം കേട്ട് കുഞ്ഞുങ്ങൾ വളരണം. നിങ്ങളുടെ കണ്ണുനീര് കണ്ട് കുഞ്ഞുങ്ങൾ വളരണം. ഇരിക്കുന്നവരോട് ഞാൻ വിനയത്തോട് പറയാം, നിങ്ങൾ നിലവിളിക്കുന്നത് കണ്ടു വേണം കുഞ്ഞുങ്ങൾ വളരാൻ. നിങ്ങൾ പ്രാർത്ഥനാ മുറിയിൽ നിന്ന് തേജോമനായ ദൈവമായി സംസർഗം ചെയ്യുന്നത് കണ്ടു വളരണം. അബ്രഹാം ദൈവത്തോട് സംസാരിക്കുന്ന നിയമം കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഇനിയും പറഞ്ഞില്ല. ഒരു ശതമായി ചിന്തിക്കുന്നില്ല. ദൈവത്തോട് സംസാരിക്കുന്ന അപ്പനമ്മയും എങ്കിലെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കുന്നു. ഇതാ അപ്പൻ പറഞ്ഞു, മോനെ ദൈവം കരുതിക്കൊള്ളും. ഗോഡ് സീസ് ആൻഡ് ഗോഡ് കെയർസ്. ദൈവം കരുതിക്കൊള്ളും. യഹോവയിലെ ദൈവം കരുതിക്കൊള്ളും. ഇതാ 3 ദിവസ യാത്രയുടെ അവസാനം മോറിയ മലയിലെത്തി. ബാല്യക്കാരൻ നിങ്ങൾ വിളിക്കുക, ഞാനും എൻ്റെ മോൻ പോയി ബലി അർപ്പിച്ചിട്ട് മടങ്ങി വരും. ഇതെന്താ അബ്രഹാം പറയുന്നത്? മോനെ അല്ലേ വെക്കുന്നത്? പിന്നെ പറയാം, ഞാനും എൻ്റെ മോനും മടങ്ങി വരും. അബ്രഹാമിനെ അറിയാം, ചാരത്തിന് ഒരു മോനെയാണ്. ഈ തീക്കകത്ത് അഗ്നിക്കിരയാക്കിയ ശേഷം ചാരം കാണും. ആ ചാരത്തിന് പുതിയ ഇസാഖുമായിട്ട് വരുമെന്ന് ഏറിയ പ്രത്യാശ, ഏറിയ ദൈവാശ്രയം. നിങ്ങൾക്ക് വേണം ഏറിയൊരു ദൈവാശ്രയം, ഏറിയൊരു പ്രത്യാശ. ദൈവം കല്ലിക്കുന്നു. ഇതാ പറ്റുന്ന മോറിയ മലയിൽ ബലിയിടപ്പെടുന്നു. അബ്രഹാം ബലിപീഠം ഒരുക്കുമ്പോൾ മോന് അങ്ങനെ ചില്ലികളുടെ ഇടയിലും പൂക്കളുടെ ഇടയിലും ഒക്കെ ഇങ്ങനെ ആലുപാട് നടക്കുന്നു.
അവൻ്റെ കയ്യും കാലും കെട്ടി ബലിപീഠത്തിൽ കിടക്കി. താഴെ വെള്ളമുണ്ട്, തീയുണ്ട്. പ്രിയപ്പെട്ടവര്, ഇതാ ഇനി ആകെ ഉള്ളത് കത്തിയെടുക്കണം, മോനെ മുറിക്കണം. പ്രിയപ്പെട്ടവരെ, വേറെ കത്തിയെടുത്തു. ആ സൂര്യൻ്റെ ആ വെളിച്ചത്തിൽ കത്തി മുകളിലോട്ട് ഉയർന്നു. പെട്ടെന്നൊരു ശബ്ദം. ദൈവം വീണ്ടും സംസാരിക്കുന്നു. അബ്രഹാമേ, അബ്രഹാമേ, ബാലന്റെ മേൽ. പിന്നെ അബ്രഹാം ഇനിയുള്ളത്, ഇതുവരെ ദൈവമേ ഞാൻ പറഞ്ഞതെല്ലാം കേട്ടു. ഇനി ദൈവം എന്താണ് ഇനി നടന്നിട്ടുണ്ട്? അബ്രഹാം ദൈവത്തോട് നോക്കി. അപ്പോഴാണ് കാണുന്നത്, അബ്രഹാം തലമൊക്കെ നോക്കുമ്പോൾ പിമ്പുറത്ത് ഒരാട്ടുകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുന്ന കണ്ടു. ഒരാട് വന്നിരിക്കുന്നു. പിതാക്കന്മാർ, നമ്മുടെ പിതാക്കന്മാർ വേദപുസ്തകത്തിൽ മറഞ്ഞിരിക്കുന്നതിന്റെ പൊരുളുകൾ തിരിച്ചെന്ന പിതാക്കന്മാരാണ് നമ്മുടെ സഹോദരങ്ങളാണ്. പിതാക്കന്മാരുടെ വർഗീകരണ പുസ്തകം കിട്ടുകയാണെങ്കിൽ വായിക്കുന്നത് നല്ലതാണ്. ആ പുസ്തകത്തിന് ഉത്തരവ് എങ്ങനെയാണ് ഈ ആട് വന്നത്? അതിന് ഉത്തരം പറയുന്നത്, ആദാമും ഹവ്വയും ഏദൻ തോട്ടത്തിൽ താമസിക്കുന്നു. എന്നാൽ അവർ പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ, ലംഘനം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏദൻ തോട്ടത്തിൽ പുറത്താണ്. ആദാം പുറത്തു പോകാൻ തുടങ്ങിയപ്പോൾ തനിക്ക് അനുഭവിക്കാൻ പറ്റാത്ത ജീവവൃക്ഷത്തിന്റെ ഒരു കൊമ്പ് ഒടിച്ചു. ജീവവൃക്ഷത്തിന്റെ ഫലം ഭക്ഷിച്ചില്ല. ഭക്ഷിക്കാതിട്ട് അതിന്റെ ഒരു കൊമ്പ് ഒടിച്ച് ആദാം എവിടെയാണ് താമസം അവിടെ കുടിച്ചു. ഈ കൊമ്പാണ് വളർന്നു. ഈ കൊമ്പിൽ നിന്നാണ് ഈ ആട് വരുന്നത്. അതുകൊണ്ടാണ് പിതാക്കന്മാർ പാടി. എന്താ പാടിയത്? തരുവിൽ പിറന്ന ഈ കുഞ്ഞാണ് മരിക്കേണ്ടത്. മനുഷ്യവർഗം മുഴുവനാണ് മരിക്കേണ്ടത്. കാരണം ഏക മനുഷ്യനാൽ പാപത്താൽ മരണത്തിലേക്ക് കിടന്നു. മാനവജാതി മരിക്കണം. ഇസാക്കാണ് നമ്മുടെ പ്രതിനിധിയാണ് ഇസാക്ക്. നമ്മളാണ് മരിക്കേണ്ടത്. ഇസഹാക്കിന് പകരം ഒരു കുഞ്ഞാടിയാകമായി. ഇതിന്റെ വലിയ അർത്ഥം ബർബാസൻ മരിക്കണം. കൊലയാളി, തടവുകാരൻ, അവൻ കൊല്ലപ്പെടണം. പക്ഷെ ബർബാസിനെ ചാരി മരിച്ചു. പാവമില്ലാത്ത കുഞ്ഞ്. എവിടെ പുത്രൻ ഇവിടെ അബ്രഹാം നോക്കിയപ്പോൾ പിമ്പുറത്ത് രാട്ടുകൊറ്റൻ കൊമ്പുകാരൻ പിടിപെട്ട് കിടക്കുന്നു. ദൈവത്തിന്റെ കരുതൽ. ഞാൻ നിങ്ങളോട് പറയാം, കരുതാനുണ്ട്. നമുക്ക് വേണ്ടി കരുതൽ കാണണം. നമുക്കത് പാടാം. എനിക്കായി
പ്രാർത്ഥനാ മീറ്റിംഗ് അമേരിക്കയിലാണ്. അദ്ദേഹം നല്ലൊരു മിഷണറിയാണ്. അദ്ദേഹത്തിന് സ്വന്തമായി ഒരു അനാഥ മന്ദിരം, 100 കുഞ്ഞുങ്ങളെ വളർത്തുന്ന ഒരു അനാഥ മന്ദിരം. അത് ജനിച്ച് മാതാപിതാക്കളുണ്ട് ഏൽപ്പിച്ച തൊട്ടുള്ള കുഞ്ഞുങ്ങൾ 12 വയസ്സുള്ള ആൺപിള്ളാരും പെൺപിള്ളാരും വളരുന്ന ഒരു അനാഥ പൊടിക്കുഞ്ഞുങ്ങളാണ്, 58 കുഞ്ഞുങ്ങൾ. അദ്ദേഹം എന്നും 3:30 എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. ഈ ജോർജ് മുള്ളർ പ്രാർത്ഥന വീരന് ഒരു ദിവസം പ്രാർത്ഥിക്കാനായിട്ട് എണീറ്റപ്പോൾ അദ്ദേഹത്തിൻ്റെ പാചകക്കാരനോട് പറഞ്ഞു, കുറച്ചധികം പാലുണ്ടായിരുന്നു, അത് മുഴുവൻ അതിനകത്ത് എങ്ങനെ ഉപ്പ് വീഴും. നമുക്കറിയാം പാലിനകത്ത് ഉപ്പൂടെ പാലിൻ്റെ പിരിഞ്ഞു. പിന്നെയുള്ളത് അല്പം റൊട്ടി ഉണ്ടെന്ന് കുഞ്ഞിന് കൊടുത്തിട്ട് അവരൊന്നു കഴിഞ്ഞാൽ റൊട്ടി കൊടുക്കണം. ആ റൊട്ടി മുഴുവൻ പൂത്തിരിക്കുന്നത് എങ്ങനെ നനു പറ്റിക്കൊണ്ടത് പറ്റും. അയ്യോ എന്ന് വിളിച്ചത്. എന്ത് ചെയ്യാൻ? പാലിൻ്റെ റൊട്ടിയില്ല. ഈ കുഞ്ഞുങ്ങൾ ഉണർന്നാൽ അവരുടെ അമ്മയില്ലാത്ത കുഞ്ഞുങ്ങളാണ്, മുലപ്പാലില്ലാത്ത കുഞ്ഞുങ്ങൾ. അതുങ്ങളെ വളർത്തണം, അതുങ്ങളുടെ പാൽ നനയ്ക്കുവാൻ പാൽ കൊടുക്കണം. എന്ത് ചെയ്യും? വേഗം അദ്ദേഹം ചാപ്പൽ ചെന്നു നിലവിളിച്ചു. 3:30 4 അദ്ദേഹം പൊട്ടിക്കരഞ്ഞ്, കർത്താവ് ഇപ്പോഴാണ് പ്രവർത്തിക്കുന്നത്. നിന്റെ സൃഷ്ടിയോട് നീ കനിയണം, എന്റെ പാപമാണെങ്കിൽ ക്ഷമിക്കണം. ഈ അനാഥമന്ദിരത്തിലെ ആരുടെയെങ്കിലും പാപമാണെങ്കിൽ എന്റെ ദൈവമേ നിന്റെ രക്തത്താൽ കഴുകണം. നിലവിളിച്ചു. കേൾക്കാം, ഇതാ ഗേറ്റിൽ ഒരു ശബ്ദം. പ്ലീസ് ഓപ്പൺ ദ ഡോർ. ദയവായി ഗേറ്റ് തുറക്കണം. അദ്ദേഹം ഓടിച്ചെല്ലുന്നു. പാലും ബ്രെഡും കൊണ്ടൊരു വണ്ടി അവിടെ ബ്രെഡ്. അദ്ദേഹം പറഞ്ഞു, എന്താ ചോദിച്ചത്? പറഞ്ഞു, ഞങ്ങളുടെ ബോസ് വിളിച്ച് പറഞ്ഞു, ഈ പാലും ഈ ബ്രെഡും ഈ അനാഥമന്ദിരത്തിന് കൊടുത്തേക്ക്. ഇതവിടെ വന്നതല്ല, ബ്രെഡുമായി അനാഥമന്ദിരത്തിന് കൊടുത്തേക്കാനായിട്ട് ഞങ്ങൾക്കിപ്പോൾ ഞങ്ങളെ വിളിച്ചത് തരാറില്ല. പ്രിയപ്പെട്ടവരെ, നിലവിളിച്ച് അകത്തണം. ഇതാണ് ദൈവം കരുതിയിരിക്കുന്നത്. ദൈവം കരുതുന്നതാണ്. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പല കാര്യങ്ങൾ ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഇന്നത് കാണാമോ? ഇന്നത് നമ്മുടെ ഉരുട്ട് കണ്ണുകൊണ്ട് കാണുന്നില്ല. നമ്മുടെ കണ്ണ് തുറക്കണം, അകക്കണ്ണ് തുറക്കണം. ദൈവം എനിക്ക് വേണ്ടി ഒരു ഫ്യൂച്ചർ എക്സ്പെക്ടേഷൻസ്, അനുഗ്രഹങ്ങളുടെ പ്രവൃത്തികൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ പലരെയും ഉയർത്താൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവര്, നിങ്ങളാരും നിരാശരാണ്ട് പോകുന്നവരല്ല. നിങ്ങളെ കൈകൾ ഉയർത്താൻ പരിശുദ്ധന്റെ പ്രാർത്ഥന സഹായിക്കും. നിങ്ങളെ താങ്ങാൻ പരിശുദ്ധന്റെ കരമുണ്ട്. നിങ്ങളുടെ മേൽ ആ പുണ്യ കരം വെച്ച് തഴുകി താങ്ങി താലോലിച്ച് നിങ്ങളെ അനുഗ്രഹിക്കും. ഇതാണ് പ്രൊവിഷൻ കോടതി ഇതിന്റെ കരുതൽ. ഒന്ന്, തലപൊക്കിയാൽ കാണാം പ്രോമിസ്. 2, തലപൊക്കിയാൽ കാണാം എന്താണ്? ഡെഡിക്കേഷൻ. 3, തലപൊക്കിയാൽ പ്രൊവിഷൻ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ കരുതൽ. ഗോഡ് സീസ് ആൻഡ് നോട്ട്സ് ദെയർ. അതാണ് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു ഹൃദയം ഒട്ടും ചിന്തിച്ചിട്ടില്ല. ആ മുൻപിൽ പാട്ടുകാരൻ പാടിയുണ്ട്, ചെവി കൊണ്ട് കേട്ടിട്ടില്ല, ഹൃദയം കൊണ്ട്
ഏറിയിട്ടില്ല, ചിന്തിച്ചിട്ടില്ല. ആ മഹാഭാഗ്യത്തെ ഒരുക്കി അത് നമുക്ക് കാണാം. 4 തലമുക്കിയാൽ കാണാൻ 4ാമത്തെ കാര്യം നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 35-ാം വാക്യം. യോഹന്നാന്റെ സുവിശേഷം 4:35. ഇനി 4 മാസം കഴിഞ്ഞിട്ട് കൊയ്ത്ത് വരുന്നുവെന്ന് നിങ്ങൾ പറയുന്നില്ലയോ? നിങ്ങൾ തലമുക്കി നോക്കിയാൽ നിലങ്ങൾ ഇപ്പോൾ തന്നെ കൊയ്ത്തിനെ വിളഞ്ഞിരിക്കുന്നു കാണും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. തലമുക്കിയാൽ കാണാം ഇവാഞ്ചലൈസേഷൻ, സുവിശേഷീകരണം. തലമുക്കിയാൽ സുവിശേഷീകരണം. പ്രിയപ്പെട്ടവർ, എന്താണ് ഈ പറയുന്നത്? നമ്മുടെ വാഴ്ത്തപ്പെട്ട ഭർത്താവ് ശമരിയ പട്ടണത്തിലേക്ക് വരിക. അവിടെ യാക്കോബ് തന്റെ പുത്രനായ യൗസേപ്പിന് കൊടുത്ത നിലത്തിന്റെ അരികെ വന്നു. അവിടെ യാക്കോബിന്റെ ഉറവ് ഉണ്ടായിരുന്നു. യേശു വഴിതന്നെ ശീലിച്ച് ഉറവിനരികെ ഇരുന്നു. അപ്പോൾ ഏകദേശം 6-ാം മണിയായി ഉച്ചയായി. ഒരു സ്ത്രീയെ, ഒരു ശമരിയക്കാരി സ്ത്രീ വെള്ളം പോരാ യേശു അവർക്ക് ദാവീദിനെ ചോദിച്ചു. അവൾ പറഞ്ഞു, നീ ഒരു എഴുത്തനായിരിക്കും ശമരിയക്കാരിക്ക് പിടിപ്പാച്ചു. യേശു ക്രിസ്തുവിനെ ആദ്യം വിളിക്കുന്ന വാക്ക് നീ. കർത്താവ് അവളുടെ മറുപടിയായിട്ട് ഇങ്ങനെ പറഞ്ഞു, ശമരിയക്കാരി സ്ത്രീ വെള്ളം കോരുവാൻ യേശുവിടെ കുടിപ്പാൻ തരുമെന്ന് ചോദിച്ചു. അവന്റെ ശിഷ്യന്മാർ ഭക്ഷണസാധനങ്ങളെ വാങ്ങുവാൻ പോയിരുന്നു. ശമരിയ സ്ത്രീ അവർക്ക് നീ യഹൂദനായിരിക്കെ ശമരിയക്കാരിക്ക് കുടിപ്പാൻ ചോദിക്കുന്നത് പറഞ്ഞു. യഹൂദർക്ക് ശമർക്കും തമ്മിൽ സമ്പർക്കമില്ല. അതിന് യേശു, നീ ദൈവത്തിന് കുടിപ്പാൻ ചോദിക്കുന്നത് ആരെന്ന് നീ അറിഞ്ഞില്ല. നീ അവനും ചോദിക്കും. സ്ത്രീ അവരുടെ യജമാനൻ. ആദ്യത്തെ വാക്ക് നീ, പിന്നെ വിളിക്കുന്ന യജമാനെ. കർത്താവ് വീണ്ടും അവരോട് മറുപടി പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്നവരൊക്കെ ദാഹിക്കും. പിന്നീട് ആ യജമാനൻ എന്ന വാക്കി, നീ ഞങ്ങളുടെ യാക്കോബിനേക്കാൾ വലിയവനോ? യജമാനെ വിളിച്ചവർ, നീ യാക്കോബിനേക്കാൾ വലിയവനായി. ഗോത്രപിതാവായ യാക്കോബ് അവന്റെ കുറവാണിത്. ആ യാക്കോബിനേക്കാൾ വലിയവനാണ്. കർത്താവ് അവളോട് പറഞ്ഞു, നിത്യജീവന്റെ വെള്ളം ഞാൻ നിനക്ക് തരും. അവളോ ചോദിച്ചു, ഭർത്താവിനെ വിളിച്ചു പോലെ പറഞ്ഞു, ഭർത്താവിന്റെ നിനക്ക് 6 പുരുഷന്മാരുണ്ടായിരുന്നു. ഭർത്താവില്ലായിരുന്നു സ്ത്രീയോട് പറഞ്ഞു. ഭർത്താവില്ലായെന്ന് പറഞ്ഞ ശരി, 5 ഭർത്താവിനുണ്ടായിരുന്നു, 6ാമത്തെ ആളില്ലാതെ നടക്കുന്നു. സ്ത്രീ ചോദിച്ചു, നീ ഒരു പ്രവാചകനോ? പ്രോഫറ്റായി. നീ യജമാനൻ, യാക്കോബിനേക്കാൾ വലിയവൻ, ഇപ്പോൾ പ്രവാചകൻ. ഭർത്താവുകളുടെ ആരാധനയെ കുറിച്ചെന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ ആരാധിച്ചു. എന്താ പറഞ്ഞു? ആരാധന സത്യത്തിൽ വാങ്ങുന്നവരുമാണ്. അത് ഈ മലയിലാണ് സത്യത്തിൽ വാങ്ങുന്നവരുമാണ് എന്ന് പറഞ്ഞിട്ട് യേശുവോട് പറഞ്ഞു, എന്റെ വാക്ക് വിശ്വസിക്കാൻ നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്ന ഈ മലയിലും എന്നെ ഇഷ്ടമില്ല. നിങ്ങൾ അറിയാതെ ഞങ്ങളോ അറിയിനെ നമസ്കരിക്കും. സത്യ നമസ്കാരം, അതാ ഓർത്തഡോക്സ് വാക്കില്ല. ഓർത്തഡോക്സ് വാക്കിന്റെ അർത്ഥം സത്യ നമസ്കാരം. സത്യ നമസ്കാരികൾ യേശുവിനെ സത്യത്തിലും പിതാവിനെ ആത്മാവിനെ സത്യത്തിലും. പെട്ടെന്ന് അവളെ പാത്രം ആരംഭിച്ചു. അവളാ യേശു ക്രിസ്തുവിനെ നമസ്കരിക്കാനായിട്ട് ശബരിയിൽ പോയി ആളുകൾ വെച്ചു. പെട്ടെന്നാണ് ശിഷ്യന്മാര് ഭക്ഷണസാധനങ്ങളോട് വന്നപ്പോൾ നിങ്ങൾ അറിയാത്ത ആഹാരം. എന്താണ് ഈ അറിയാത്ത ആഹാരം? ദൈവ ഇഷ്ടം ചെയ്യുന്നു. എന്റെ രക്ഷകന്റെ ഇഷ്ടമെല്ലാം ചെയ്ത ശമരിയയില് കൂട്ടമായി വരുന്ന കണ്ടിട്ടാ പറയുന്നത്. ശമരിയ പട്ടണത്തിൽ ആദായത്തിലൂടെ പറയുന്നു. ഇപ്പോൾ തന്നെ
തലവെക്കി നോക്കുക. ഇപ്പോൾ തന്നെ കൊയ്ത്തിനെ വെളുത്തിരിക്കുന്നത് കാണും. ഇന്ന് മലങ്കര ഓർത്തഡോക്സ് സഭ തലവെക്കി നോക്കേണ്ടത് സുവിശേഷീകരണം. പരിമലത്തിനുമേനി സുവിശേഷം കൊണ്ട് ഉപജീവിച്ച പുണ്യമാണ്. പരിമലത്തിനുമേനി അനേകം പുറജാതികളെ മാമോദീസക്ക് സഭയിൽ ചേർത്ത പുണ്യമാണ്. ഇന്ന് പോയില്ലെങ്കിൽ ഇത് എരിമാർത്തിക്കും, തത്തക്കുത്തിക്കും, ഇത് മുഴുവൻ നശിച്ചു പോകും. ഉടയവന്റെ ഭക്തായത്തിലെത്തണം. നാം സുവിശേഷ വേല ചെയ്യുന്നതിന് മുൻപന്തിയിലായിരിക്കണം. പാവപ്പെട്ട എൻ്റെ അമ്മ കരഞ്ഞതാ, 91 വയസ്സുള്ള അമ്മ ഇന്നും കരയും. ദൈവമേ, കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാർ ചുരുക്കം, അനേകം പേരെ നീ വേലയ്ക്ക് ഉയർത്തണം. പാവപ്പെട്ട അമ്മയുടെ കരച്ചതാണ്. എൻ്റെ ദൈവമേ, നിന്റെ സുവിശേഷം അനേകരെ പൂജിക്കണം, നരകത്തീ കെടുക്കണം. അമ്മ പറയും, സുവിശേഷം എന്തിനെന്നറിയാവോ? നരകമില്ലാതാക്കണം, എല്ലാവരും സ്വർഗത്തിൽ നിറയണം. നരകമില്ലാതാക്കി എല്ലാവരും സ്വർഗത്തിൽ നിറയാനാണ് സുവിശേഷം. അതിനുവേണ്ടി തലവെക്കി നോക്കണം. ഇവാഞ്ചലൈസേഷൻ. എൻ്റെ ദൈവമേ, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ഒരു വേലക്കാരൻ, ഒരു അംബാസഡർ. നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളതിന് പൈസ തരണമല്ല. ഒരാളോട് ഒരു യേശുവിനെ നിങ്ങളൊന്ന് പറയാം. യേശു ലവിംഗ് ഗോഡാണ്, ലിവിംഗ് ഗോഡാണ്. പരിവർത്തനമാണ്. ലവിംഗ് ഗോഡാണ്, ലിവിംഗ് ഗോഡാണ്. അതുകൊണ്ട് പറയാം. ഞാൻ ആ അവസാനിപ്പിക്കും. 5ാമത്തെ കാര്യം പറഞ്ഞാൽ ഈ വചനശുശ്രൂഷ അവസാനിപ്പിക്കട്ടെ. തലമുക്കിയാൽ ഒന്നാം പ്രോമിസ്, 2 തലമുക്കിയാൽ ഡെഡിക്കേഷൻ, 3 തലമുക്കിയാൽ ഇതാ കാണാം ദൈവത്തിന്റെ കരുതൽ, പ്രൊവിഷൻ ഓഫ് ഗോഡ്. 4 തലമുക്കിയാൽ ഇവാഞ്ചലൈസേഷൻ, സുവിശേഷീകരണം. 5 അത് പറയും പ്രസംഗത്തിൽ വിശുദ്ധ ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായം. തലവെക്കിയാൽ കാണുന്ന 5ാമത്തെ കാര്യം. ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായം 68-ാം വാക്യം, 63-ാം വാക്യം. വൈകുന്നേരത്ത് ഇസാക്ക് ധ്യാനിപ്പാൻ വെളിപ്രദേശത്ത് പോയി. അവൻ തലവെക്കിയാൽ നോക്കി ഒട്ടേറെ വെല്ലുകൾ. റബേക്കയും തലവെക്കി ഇസാക്കിനെ. തലവെക്കിയാൽ കാണാം അഡ്വന്റ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ പുനരാഗമനം. ക്രിസ്തു വരുന്നത് കാണാം. എന്താണ് സംഭവം? ഇസാക്കിന്റെ കല്യാണം. നിങ്ങളുടെ മക്കൾക്ക് കല്യാണം വരണമെന്ന് നിങ്ങൾ ഉടയവരോട് പറഞ്ഞു. നിങ്ങൾ ആലോചിക്കുന്നത് തമ്പുരാന് ബാധിച്ചിട്ടുണ്ട്. എൻ്റെ മകൾക്ക് കല്യാണം, എൻ്റെ മകന് കല്യാണം. തമ്പുരാൻ നല്ലത് നമുക്ക് ഇണയെ കരുതി കർത്താവാണ്. ഇവിടെ ഇസാക്കിന്റെ കല്യാണം വന്നു. അന്ന് ബ്രോക്കർ ഏലിയാസാണ്, അബ്രഹാമിന്റെ ദാസനായ ഏലിയാസ് എന്ന് പറഞ്ഞു, നമ്മുടെ ഇസാക്കിന് ഒരു ഭാര്യ എടുക്കണം. അതിനുവേണ്ടി ഇതാ ഏലിയാസ് പുറപ്പെട്ടു. റബേക്കയെ ഒരുക്കിയിട്ട് വരും. റബേക്ക സഭയാണ്. സഭയെ ഒരുക്കുവാൻ ഒരാളെ കൂട്ടിയിട്ടുണ്ട്, പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിന് ജോലി എന്ന് ചോദിച്ചാൽ മണവാട്ടിയെ ഒരുക്കി മണവാട്ടിനെ കൊണ്ടുപോകും. നല്ല മണവാട്ടായ മെശിഹായുടെ അടുക്കലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പരിശുദ്ധാത്മാവുണ്ട്. അതുകൊണ്ടാണ് വിവാഹ കൂദാശ മണവാട്ടിനെ പോലെ ഒരു തോടി നിൽക്കും. എപ്പോഴായി തോടി മാറുമെന്ന് ചോദിച്ചാൽ മണവാട്ടിന്റെ കാര്യത്തിൽ വീട് കെട്ടി കഴിക്കുമ്പോൾ ഈ തോടി ഇതുപോലെ നല്ല മണവാളന്റെ അടുക്കൽ എത്തിക്കുന്ന ഒരു ബ്രോക്കറാണ് പരിശുദ്ധാത്മാവ്. ഇത് നമ്മളെ ഒരുക്കിയാണ്. ഇതാ റബേക്കയെ ആടയാവണമെന്ന് അണിയിച്ച് അവളെ ഒരുക്കി മരുഭൂമിയിലൂടെ ഒട്ടകപ്പുറത്ത് കൊണ്ടിരുന്നതാണ് 24-ാം അധ്യായത്തിലെ വിഷയം. അപ്പോൾ ഇസാക്ക് അറിയാമോ? ഇസാക്ക് വന്ന് വെളിപ്രദേശം വന്നു. ആരാണ് ഇസാക്ക്? ക്രിസ്തു. ക്രിസ്തു വെളിപ്രദേശം വരാറായി. ഇവിടെയാണ് വെളിപ്രദേശം. മേഘാലയത്തിലായി പ്രിയന്മാരുണ്ടോ അവന്റെ കൂടെ പറന്നു പോയാൽ Hey!
മേഘത്തിൽ എഴുന്നേറ്റ് വരുമെന്ന പറയുന്നു. മൃതരെ ാക്കന്മാരുടെ ആത്മീയ ചിന്തയാണ്. മുകിൽ അടകിന്മേൽ ആരൂഢനായി വന്നത്. അന്ന് നയവാന്മാർ, നീതിവാന്മാർ, വിശുദ്ധന്മാരെ വിളിക്കാൻ കർത്താവ് ഇന്ന് വിശുദ്ധിയെ തികയ്ക്കണം. ഊനമില്ലാത്ത കുഞ്ഞാടിനെ നാം വേളി കഴിക്കുന്നത് നാം വിശുദ്ധിയായിരിക്കണം. ഒരു സംഭവം പറഞ്ഞ പ്രസംഗം അവസാനിപ്പിക്കട്ടെ. ഞാൻ 1973 മറുവായി കഴിഞ്ഞു. വളരെ ചെറുപ്പം പ്രായം. അന്ന് എൻ്റെ നാട്ടിലൊരു കല്യാണമാണ് പത്തനാപുരത്ത്. ഇന്നത്തെ പോലുള്ള കല്യാണം. അന്ന് ഈ കേറ്റിങ്ങുള്ള കാലമല്ല. ഇന്ന് കേറ്റിങ്ങൊക്കെ ഉണ്ട്. ചെറുക്കൻ അമേരിക്കയിലാണ്. അവൻ നാട്ടിൽ വന്നപ്പോൾ അവന് ചെങ്ങന്നൂർക്കാരി ഒരു പെൺകുട്ടി ആലോചിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഉടനെ കല്യാണമില്ല, ഒരു ടെൻറ്റേറ്റീവ് ഡേറ്റ് കൊടുത്തു. എന്ന് പറഞ്ഞു വിവാഹത്തിന് ഡേറ്റ് പിന്നെ പറയാം. ഇപ്പോൾ വിവാഹ നിശ്ചയം കഴിഞ്ഞു. ഒരു മോതിരം കൈമാറി, വെഡിങ് റിംഗ് കൈമാറി. വിവാഹ നിശ്ചയം എല്ലാം കഴിഞ്ഞു. ഏതാണ്ട് ഈ വിവാഹത്തിൻ്റെ ഡേറ്റ് പറഞ്ഞില്ല. അവനൊന്നുകൂടെ പോയിട്ട് പറഞ്ഞു. വിവാഹ നിശ്ചയം എല്ലാം കഴിഞ്ഞ് പോയതാണ്. ഏതാണ്ട് ഒരു 4-5 മാസം കഴിഞ്ഞപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു കല്യാണത്തിന് ഡേറ്റ് കൊടുത്തു. കല്യാണത്തിനുള്ളതായ എല്ലാ ക്രമീകരണവും ചെയ്തു. കാരണം ഈ കേറ്റിങ്ങിലൊക്കെ വീട്ടിലാണ് സാധനങ്ങളെല്ലാം മേടിക്കുന്നത്. പഴക്കടകൾ, ബന്ധക്കാരുടെ കയറി, പിന്നെ പ്രിയപ്പെട്ടവരെ മുളക് ഉണക്കുന്നു, മല്ലി ഉണക്കുന്നു. അങ്ങനെ കല്യാണത്തിൻ്റെ തിടുക്കമായ കാര്യങ്ങൾ ചെയ്തു. പെട്ടെന്ന് ചെറുക്കനൊക്കെ വന്നു. അന്ന് ഈ എറണാകുളത്ത് എയർപോർട്ടില്ല, കൊച്ചി എയർപോർട്ടില്ല, തിരുവനന്തപുരത്ത് മാത്രമേ ഉള്ളൂ. ഒരു കാർ തിരുവനന്തപുരത്ത് പോയി. അപ്പനും അമ്മയും പെങ്ങളൂടെ പോയത്. ഈ ചെറുക്കൻ വന്ന സമയത്ത് എന്തോ ഈ ഡ്രൈവർ ചെവി പറഞ്ഞു. എന്തോ പറഞ്ഞു. അവൻ പെട്ടെന്ന് അങ്ങ് നിരാശ. എൻ്റെ മുഖത്തൊരു പ്ലാൻ. അപ്പൻ ചോദിച്ചു, മോനെ നീ മണവാളനല്ലേ, നീ എന്താ മിണ്ടാത്ത, ഒന്നും മിണ്ടുന്നില്ല. അമ്മ ചോദിച്ചു, ഒന്ന് ചിരിക്കടാ. ചിരിക്കുന്നില്ല. അവൻ്റെ മുഖത്തൊരു രൗദ്രഭാവം. അവൻ ഇടയ്ക്കിടയ്ക്ക് കാര്യം, മോനെ നീ എങ്ങനെ കാര്യം എന്താ എന്തൊക്കെ കാര്യം നിങ്ങൾ പറഞ്ഞു. അവൻ വേഗം മുറിയിൽ കയറി കഥ പഠിച്ചു. വീട്ടിൽ വന്ന് മുറിയിൽ കയറി കഥ പഠിച്ചു. അവൻ നിലവിളിക്കുന്നു. അപ്പൻ വിളിക്കുന്നു, അമ്മ വിളിക്കുന്നു. അവസാനം ഇറങ്ങി പറഞ്ഞു, എനിക്ക് കല്യാണം, ഈ പെണ്ണിന് വേറൊരു ചെറുപ്പം കണ്ടു. ഉടൻ തന്നെ അവൻ ചെറുപ്പം പോയി. അവളൊരു ഹൈസ്കൂൾ ടീച്ചറായി. പറഞ്ഞതുപോലെ നടന്നു ആ കല്യാണം നടന്നു. ഞാൻ എന്തിനാ ഇത് പറഞ്ഞത്? നല്ല നീ ഇരുട്ടിലാണെങ്കിൽ നിന്നെ അവൻ വേദനിക്കില്ല. നിന്നിൽ കറയോ ചുരുക്കമോ മാലിന്യം ഉണ്ടെങ്കിൽ നല്ല മണവാളനായ മശിഹായിൽ ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ട് പോകുകയെന്ന് പറയും. 10 കന്യമാരായി ഇറങ്ങുന്നത് 5 പേര് ബുദ്ധിയുള്ളവരും 5 പേര് ബുദ്ധിയില്ലാത്തവരുമായി. 5 പേർ അവരെ പാത്രത്തിലൂടെ എണ്ണ കരുതിയില്ല. 5 പേർ പ്രിയപ്പെട്ടവരെ അവരെ അകത്ത് പ്രവേശിച്ചു. ഞാൻ എൻ്റെ വാക്ക് നിർത്തിയാണ്. ബുദ്ധിയുള്ള കന്യകയായി മാറും. യേശു വരുമ്പോൾ ദീപം തെളിഞ്ഞു നിൽക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. തലകളെ വണക്കാം, കണ്ണുകളെ അടയ്ക്കാം. കാരുണ്യവാനായ മനസ്സിലുള്ളവരെ ഞങ്ങളെ കേൾപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ദൈവം തലവെക്കി ചുറ്റി നോക്കി ദൈവം ചെയ്ത ഉപകാരങ്ങൾ കാണുക. വാക്തത്വങ്ങൾ നിവർത്തിക്കുവാൻ എന്നെ സഹായിക്കണം. ഇനി ഒരു വലിയ വാക്തത്വം കർത്താവായ യേശു ക്രിസ്തു രാജാവായി വരും. എതിരേൽപ്പെട്ടപ്പോൾ വിശുദ്ധിയെ തികയ്ക്കുവാൻ വേല ദൈവം ഞങ്ങളെ സഹായിക്കും. പരിശുദ്ധ പരിപരത്തിലുള്ള മധ്യസ്ഥ ഞങ്ങൾക്ക് രാവിലെ എല്ലാ ശുദ്ധിമാന്മാരുടെയും ശുദ്ധികളും പ്രാർത്ഥനയെ സഹായിക്കും. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിന്റെ സ്തുതിയും സ്തോത്രവും കഴിയും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും.